തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും പുതുവത്സരാശംസകൾ. കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചു. പുതുവർഷത്തിൽ ദൈവം നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി പരിപാലിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ചില ആത്മീയ പാഠങ്ങളാണ് നാം കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 43-ാം വാക്യമാണ്. അങ്ങനെ ഇരിക്കെ നീ യഹോവയോടുള്ള ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതിരുന്നത് എന്ത്? ശലോമോൻ രാജാവ് ശിമെയിയോട് ചോദിച്ചതാണിത്. ബെന്യാമിൻ ഗോത്രക്കാരനായ ശിമെയി ശൗലിന്റെ കുലത്തിൽപ്പെട്ടവനും ഗേരയുടെ മകനുമായിരുന്നു. ദാവീദ് രാജാവായതിൽ കുപിതനായ ശിമെയി ദാവീദിനെ രക്തപാതക, നീച, പോ, ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദാവീദിനെ ശപിച്ചു. ഇത് കേട്ട് സഹിക്കാൻ കഴിയാത്ത അബീശായി അവനെ വെട്ടിക്കളയുവാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ ദാവീദ് അതിന് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ദാവീദിന്റെ ദൈവിക സ്വഭാവമോട് വെളിപ്പെടുത്തുകയും ചെയ്തു. യഹോവ കൽപ്പിച്ചിട്ടാകുന്നു അവൻ ശപിക്കുന്നത്. മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. പിന്നെ ഈ ബെന്യാമിൻ ചെയ്യുന്നത് ആശ്ചര്യമോ? പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിനു പകരം എനിക്ക് അനുഗ്രഹം നൽകും. ദാവീദിനോട് ദോഷം ചെയ്ത വ്യക്തിയെ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയാമായിരുന്നെങ്കിലും ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ശത്രുവിനോട് സ്നേഹമായി പെരുമാറുകയും ചെയ്യുന്നു. അന്ന് കരുണ കാണിച്ചതുകൊണ്ടാണ് ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അരമനയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ജനം ഉത്സാഹം കാണിക്കുമ്പോൾ ശിമെയിയും ബന്ധപ്പെട്ട് യഹൂദാ പുരുഷന്മാരോടുകൂടെ പോയി. ശിമെയി ദാവീദിന്റെ മുമ്പിൽ വീണു. യജമാനനെ, അടിയന്റെ കുറ്റം ഓർക്കരുതേ. ശിമെയി കുറ്റം ഏറ്റുപറഞ്ഞതിനാൽ, അഭിഷക്തനെ ശപിച്ചതിനാലുള്ള കുറ്റം ദാവീദ് ക്ഷമിച്ചു കൊടുത്തു. ദാവീദ് ശിമെയിയോട് നീ മരിക്കയില്ല. ദാവീദിന് ലഭിച്ച ക്ഷമയും കരുണയും അവൻ ജീവിതാന്ത്യം വരെ ഓർക്കേണ്ടതായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവൻ അത് മറന്നു കളഞ്ഞു. യെരൂശലേമിന് പുറത്തു പോകാൻ രാജാവ് അവനെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോയാൽ അവൻ മരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാം എന്ന് രാജാവിന് ഉറപ്പു കൊടുത്തെങ്കിലും ശിമെയിയുടെ 2 അടിമകൾ ഗത്ത് രാജാവായ ആകീശിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയതിനാൽ അടിമകളെ അന്വേഷിച്ച് ഗത്തിലേക്ക് പോയി. അടിമകളെയും കൊണ്ട് യെരൂശലേമിൽ മടങ്ങി വന്നെങ്കിലും രാജകൽപ്പന മാനിക്കാതെ യെരൂശലേം വിട്ടുപോയി എന്നറിഞ്ഞ ശിമെയിയെ ദാവീദ് ആളയച്ച് കൊന്നുകളഞ്ഞു. ദൈവത്തോട് ചെയ്ത ആണയും ദാവീദിന്റെ കൽപ്പനയും അനുസരിക്കാതിരുന്നതിനാൽ ദയനീയമായ ഒരു അന്ത്യമാണ് ശിമെയിക്കുണ്ടായത്. ഒരു പരിഹാസിയുടെ അന്ത്യമാണ് നാം ഇവിടെ കണ്ടത്. ആദ്യം ലഭിച്ച ക്ഷമയെ അലക്ഷ്യമാക്കിയ ശിമെയിക്ക് മരണശിക്ഷ മാത്രമാണ് അർഹമായിരുന്നത്. അതിൽ നിന്നും അവൻ ഒഴികഴിവില്ലാതെ പോയി. ദൈവം ദീർഘക്ഷമയും മഹാദയയും മനസ്സലിയും ഉള്ളവനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളൊക്കെയും യാതൊരു വ്യവസ്ഥകളും കൂടാതെ ക്രിസ്തുവിലൂടെ ക്ഷമിച്ചു തന്നത്. ദൈവത്തിന്റെ ദയയിൽ നിലനിൽക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. യെരൂശലേം വിട്ടുപോകാതെ ആ സുരക്ഷിത സ്ഥാനത്ത് തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ ശിമെയിക്ക് മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന മുന്നറിയിപ്പാണിത്. കഴിഞ്ഞ വർഷം ദൈവം നമ്മോട് കരുണ ചെയ്തു. ദൈവത്തിന്റെ ദയയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ വർഷവും ദൈവത്തിന്റെ ദയയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ ദയയാണ് ജീവിതത്തിലുടനീളം നാം കാണുന്നത്. യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു. അവന്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ലല്ലോ. പുറകിലേക്ക് നോക്കിയാൽ വീഴ്ചകളും താഴ്ചകളും നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം. അതെല്ലാം ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. ദൈവം കരുണ കാണിക്കും. എന്നാൽ അവസരം ലഭിച്ചിട്ടും യഥാസ്ഥാനപ്പെടാതിരുന്നാൽ നീക്കുപോക്കില്ലാത്ത ശിക്ഷയുണ്ടാകും. നിത്യമായ ന്യായവിധിയിൽ നമ്മെ വിടിവിക്കുവാൻ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ അന്തമില്ലാത്ത ദയ സ്വായത്തമാക്കുവാൻ കഴിയും. ദൈവകൃപ
കൃപയെ വൃഥാവാക്കിയാൽ ന്യായവിധി നിശ്ചയം. ശാപത്തെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ഈ പുതുവർഷം ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷം ഞങ്ങളെ വിട്ടുപോയി. ഒരു പുതിയ വർഷം കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞങ്ങളെ സൂക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പുതിയ വർഷത്തിലും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവിടുന്ന് നിങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുത്തെ ദയയിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.